പെരുന്നാളുകളും കല്യാണങ്ങളും സിനിമകളും ബീറടിയും ലൈനടിയും ഒക്കെ കൂടി ബിസി ആയി പോയതുകൊണ്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ കഷ്ടിച്ച് അങ്ങോട്ട് പാസ്സായി. പിന്നെ ബാബുജാൻ്റെ സഹായം കൊണ്ട് ശങ്കര കോളേജിൽ കിട്ടിയ സീറ്റിൽ BA ഹിസ്റ്ററി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ടീമിന് പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു അടി നടക്കുന്നതും പള്ളിയങ്ങാടി ടീം എന്നുള്ള പേര് വീണതും. പള്ളിയങ്ങാടിയിലെ മസലെടുത്തക്കാരും ഉണ്ടല്ലോടാ. വരട്ര വരട്ര. എന്താടാ നീ റാഗ് ചെയ്തോ? പെൺപിള്ളേരെ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൈയിട്ടുള്ള ഇടപാടുണ്ടല്ല, അത് വേണ്ട. അതിന് നിന്റെ അമ്മേനെയും പെങ്ങന്മാരും ഒന്നല്ലല്ലോടാ റാഗിയതെ. ഏടാ ഇടി പൊട്ടുന്ന ഉറപ്പായി കഴിഞ്ഞാ വർത്താനം പറവന്റെ കൂടെ നിൽക്കണവനെ ആദ്യം ഇടിക്കണം. പവൻ വിചാരിക്കും എന്നെ എന്തിനടിച്ചത്, ഇവനെ അടിക്കേണ്ടത്. അതെന്നെ മറ്റോന്ന് വിചാരിക്കപ്പ. ഇവനെന്തിനടിക്കണേ, എന്നെ അടിക്കണ്ടേ? ഈ ഗ്യാപ്പിൽ നീ മറ്റോനെ അടിക്കണം. ഇടിന്ന് വെച്ചാണല്ലോ കിണ്ടിയിൽ ഇടിയേക്കണം. പിന്നെ ഒന്നും നോക്കണ്ടോ, ഇടി തുടങ്ങി കഴിഞ്ഞാൽ ഏക്കത്തിൽ ചമ്പൽപ്പുറം വരുമോ? തീരുമാനമായി. എൻ്റെ പൊന്നു ഭീമ, 1-2 പേര് വന്നാലാണ് ബാബുജി പറഞ്ഞ രീതിയിൽ ഇടിക്കാൻ പറ്റുള്ളൂ. 100-100 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ പരിപാടി നടക്കില്ല. മനസ്സിലായില്ലേ? ആ കൈനെങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. കുഴപ്പമുണ്ടോ? ഇതെന്തുട്ടത് അടികൊണ്ടല്ലേ മെഡലാ? എന്തുറ്റത്? തണ്ണിമത്തനും പൈനാപ്പിളാ. സൂപ്പർ ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം. ഞങ്ങളേ ഇതെല്ലാം മില്ലിൽ കൊണ്ട് അറുത്തിട്ട് പറ്റേ. നിങ്ങൾ വർത്താനം കൊണ്ടിരിക്കും. വാടാ ഓട്ടറാ. ഊണ് വാങ്ങിക്കണോ? പോയേ പോയേ. ബാക്കി കൂട്ടുകാരൊക്കെ എന്തേ? അവർക്കൊന്നും പറ്റിയില്ലേ? അവന്മാരപ്പുറത്തുണ്ട്. കൂട്ടുകാരികൾ എന്തേ? ഞാനവരോട് നുണ പറഞ്ഞാ ഇറങ്ങിയേ. അതെന്തിനാ നുണ പറഞ്ഞത്? ഞാനത് ചുമ്മാ. ഓ, സോറി ഇട്ടോ, ഞാൻ കാരണല്ലേ എല്ലാം. ഏയ് അത് കുഴപ്പമില്ല. നല്ല വേദനയുണ്ടോ? നോക്കട്ടെ. വേദന മാറാൻ ഞാനൊരു മരുന്ന് തരട്ടെ. എന്ത് മരുന്ന്? കണ്ണടച്ച്. എന്തിനാ? കണ്ണടയ്ക്ക്.